പ്രളയവും മഹാമാരിയും മനുഷ്യ മനസ്സിൽ സൃഷ്ടിച്ച ഭീതി തെല്ലൊന്ന് അകലുമ്പോഴേക്കും അതിനേക്കാളും മാരകവും ദൂരവ്യാപകവുമായ മറ്റൊരു വിപത്ത് നമ്മുടെ നാടിന്റെ ഹൃദയത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അത് തന്നെ നമ്മുടെ നാടിന്റെ നട്ടിലൊടിക്കുന്ന യുവതലമുറയുടെ ഹൃദയത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്ത്. ആദരണീയരായ വിധികർത്താക്കൾക്കും എന്നെ കേൾക്കുവാനായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എന്നെ വിനീതമായി പോകുകയും എന്ന് ഞാൻ സഹ്റാ നബി ലഹരിക്ക് അടിമപ്പെട്ട് വഴിതെറ്റുന്ന ജീവിതങ്ങൾ എന്ന വിഷയത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. കഴിഞ്ഞ 8-10 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് കേരളത്തിലേക്കുള്ള ലഹരി മരുന്നുകളുടെ ക്രമാതീതമായ ഒഴുക്ക് ഇത്രയും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം സംജാതമായത്. വീട്ടിൽ വന്നു കയറുന്ന അതിഥിക്ക് കാല് കഴുകുവാൻ ഉമ്മറത്തിങ്ങയിലെ കിണ്ടിയിൽ വെള്ളമെടുത്തു കൊടുക്കുന്നതും മുറുക്കാൻ ജലത്തിലെ മുറുക്കാനും കൂളാമ്പിയും ഊട്ടുപാത്രത്തിലെ സംഭാരവുമെല്ലാം കാലത്തിന് വഴിമാറിയപ്പോൾ സംസ്കാര സമ്പന്നമായ ഒരു യുവതലമുറയെ കൂടിയാണ് നമുക്ക് കൈമോശം വന്നു പോയത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മലപ്പുറം അരിയലൂരിൽ ഒരു ഗൃഹനാഥൻ തന്റെ ജീവൻ ഒടുക്കി. സന്തോഷകരമായി പോയിരുന്ന ആ കുടുംബത്തിലുണ്ടായ ദുരൂഹതയുടെ മറ നീങ്ങിയപ്പോൾ നാട്ടുകാർ ഒന്നടക്കം ഞെട്ടിപ്പോയി. തന്റെ മകൻ ലഹരിക്ക് അടിമയാണെന്ന് മനസ്സിലായി പ്രതീക്ഷകളെല്ലാം നശിച്ചുകൊണ്ടായിരുന്നു ആ അച്ഛൻ സ്വന്തം ജീവൻ ഒതുക്കിയത്. അവനെ എവിടെയെങ്കിലും പൂട്ടിയിടാമോ എന്നൊരമ്മ 15 വയസ്സ് പോലും തികയാത്ത തന്റെ മകനെ ചൂണ്ടി ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് പറയണമെങ്കിൽ ആ അമ്മയുടെ തീരാ നോവ് എത്രത്തോളമാണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ക്ലാസ് മുറിയിലെ പിൻബെഞ്ചിൽ തല പൊക്കാൻ കഴിയാതെ മതി കെട്ടുണങ്ങുന്ന 14കാരനും പെറ്റമ്മയുടെ നെഞ്ചിൽ കത്തികുത്തി ഇറക്കുന്ന ചെകുത്താന്മാരും പോറ്റി വളർത്തിയ പിതാവിനെ തലക്കൊടിച്ചു കൊള്ളുന്ന മക്കളും ഒന്നും അന്യഗ്രഹ ജീവികളുടെ അത്ഭുത കാഴ്ചകളല്ല. ഇതെല്ലാം നമ്മുടെ നാട്ടിലെ കൊച്ചു കുരുന്നുകളുടെ ജീവിത കാഴ്ചകളാണ്. വിശ്വദാർശനികനായ അരിസ്റ്റോട്ടിൽ കരളിനെ സ്നേഹ വായ്പിന്റെ അവയവമായി വിശേഷിപ്പിച്ചിട്ടുള്ളത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. എന്നാൽ ആ കരളിന്റെ മൃദുലതയെ പോലും മഹാരോഗമാക്കി മാറ്റുവാനുള്ള കഴിവ് ലഹരിക്കുണ്ട്. ഒരു കാലത്ത് കറുപ്പ്, കഞ്ചാവ് എന്നീ പേരുകൾ മാത്രമേ നമ്മുടെ നാട്ടിൽ കേട്ടിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് പേര് പോലും അറിയാത്ത 100 കണക്കിന് ലഹരികൾ നമുക്ക് ചുറ്റും പിടിമുറുക്കി കഴിഞ്ഞു. ഒരു രാജ്യത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും ഏറ്റവും പ്രധാനമായ ഘടകം അവിടുത്തെ ആരോഗ്യവാന്മാരായ ഒരു യുവതലമുറയാണ്. പലപ്പോഴും സുഹൃത്തുക്കളായി, പ്രിയപ്പെട്ടവരായി നമ്മുടെ കൂടെ നിർത്തുന്നവർ തന്നെയായിരിക്കും നമ്മളെ കാത്ത് ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്നുണ്ടാവുക. കൂട്ടുകാരുമായി ഒരു സമയം പോക്കിനും കൗതുകത്തിനുമായി തുടങ്ങുന്ന ഈ ലഹരി മരുന്നിന്റെ ഉപയോഗം അവസാനം നമ്മെ ചെന്നെത്തിക്കുന്നത് ലഹരി മാഫിയകളുടെ നീരാളിപ്പിടുത്തത്തിലായിരിക്കും. ഈ വിപത്തിനെ നാം എങ്ങനെ നേരിടും? ഒരൊറ്റ ആയുധമേ ഉള്ളൂ, നമ്മുടെ യുവാക്കൾ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷനിറക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ലഹരി ഇല്ലാത്തൊരു നാളെ നാം സ്വപ്നം കാണുന്നുവെങ്കിൽ അതിനെ നയിക്കേണ്ട നായകന്മാർ നമ്മുടെ യുവാക്കളാണ്. യുവാക്കൾ അറിയുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്, പ്രതികരിക്കുന്നവരാണ്. സ്കൂളുകൾ, കോളേജുകൾ, സമൂഹ മാധ്യമങ്ങൾ എന്നിവ വഴി ലഹരിയുടെ വരും വരായ്മകളെ കുറിച്ച് സമപ്രായക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ അവർക്ക് സാധിക്കും. തന്റെ മകനെ നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് അയച്ചാൽ ലഹരിക്ക് അടിമപ്പെടുമോ എന്ന് ഭയന്ന് തന്റെ അമ്മ പുറ്റ്ലി ഭായിക്ക് ലോകം കണ്ട ഏറ്റവും വലിയ സത്യാഗ്രഹി താൻ അതൊന്നും തൊടില്ല എന്ന് വാക്ക് നൽകി. അതുപോലെ തന്നെ ഏത് സാഹചര്യങ്ങൾക്കിടയിലും, ഏത് സൗഹൃദങ്ങൾക്കിടയിലും എനിക്കിത് വേണ്ട, ഞാൻ ഇത് തൊടില്ല എന്ന് ശക്തമായി പറയുവാനുള്ള ആർജവും തന്റെ ഇടവും ചങ്കൂറ്റവും കാണിക്കുന്നിടത്താണ് പോറ്റി വളർത്തിയ മാതാപിതാക്കളോടും ജനിച്ചു വളർന്ന നാടിനോടും സമൂഹത്തിനോടുമുള്ള ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം പൂർണ്ണമാകുന്നുള്ളൂ. വെളിച്ചത്തിന് നേർക്ക് പാഞ്ഞെടുക്കുന്ന ഈ ആപാത്തികളെ പോലെ ലഹരിക്കടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു യുവത്വമാകരുത് നമ്മുടേത്. നമ്മുടെ മാതാപിതാക്കൾ അധ്വാനത്തിന്റെ വിയർപ്പും നാടിന്റെ ഉന്നതിയും നമ്മുടെ കയ്യിലാണെന്ന പൂർണ്ണ ബോധത്തോടെ ലഹരിയുടെ പാത നമുക്കുള്ളതല്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ഈ പ്രതിജ്ഞ എടുക്കാം. ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയായി, ഒരിക്കലും പോകുകില്ല തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയിൽ. ശാന്തിയല്ല, സ്വർഗമല്ല, ലഹരി മരണക്കെണിയത്. നന്ദി, നമസ്കാരം.